എറണാകുളം കുന്നത്തുനാട്ടിൽ NDA തോൽപ്പിക്കാൻ LDF UDF വോട്ട് മറിച്ചു വിറ്റെന്ന ആരോപണവുമായി 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് രംഗത്ത് വന്നു. വോട്ട് മറിച്ചിട്ടില്ലെങ്കിൽ 25,000-ഓളം വോട്ടുകൾക്ക് 2020 സ്ഥാനാർത്ഥികൾ വിജയിക്കും. പെരുമ്പാവൂർ, കുന്നത്തുനാട്, തൃക്കാക്കര, തൃപ്പൂണിത്തുറ സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് സാബു എം ജേക്കബിന്റെ പ്രതീക്ഷ. കേരളം ആര് ഭരിക്കണം എന്നതിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. ഇനി കാത്തിരിപ്പാണ്. ഇപ്പോൾ 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് 24-നൊപ്പം ചേരുകയാണ്. കുന്നത്തുനാട്ടിലടക്കം 85% എത്തുകയാണ്. അപ്പോൾ ഒരു വലിയ പോളിംഗ് പെർസെൻറ്റേജ് കാണിക്കുന്നു. എന്താണ് പ്രതീക്ഷകൾ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുന്നത്തുനാടായിട്ട് മാറും ഫൈനൽ നമ്പർ വരുമ്പോൾ എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ 2020 വോട്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ് ആളുകളും താഴത്തുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ നിന്ന് തെളിയിക്കുന്നത്. അതിപ്പോൾ കുന്നത്തുനാടിൽ മാത്രമല്ല, നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ ആയിക്കോട്ടെ, തൃക്കാക്കര ആയിക്കോട്ടെ, പെരുമ്പാവൂരായിക്കോട്ടെ, ഇവിടെ എല്ലാം ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എത്ര സീറ്റുകൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടിൽ 4 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണത്. അത് 6 സീറ്റ് വരെ പോകാം. ഈ 4 സീറ്റ് എന്ന് പറയുന്നത് പെരുമ്പാവൂർ, കുന്നത്തുനാട്, അതുപോലെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ. പിന്നെ ഞങ്ങൾക്ക് പിറവവും അതുപോലെ തന്നെ വൈപ്പിൻ, കൊച്ചിനൊക്കെ വളരെയധികം ചാൻസസ് ഉണ്ട്. 4 സീറ്റുകൾ ഇവിടെ ജയിക്കുന്നു. അപ്പോൾ ഏറ്റവും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ്? ഒപ്പം തന്നെ ഒരു അഭിമാന പോരാട്ടം കുന്നത്തുനാട്ടിലാണോ? ഇപ്പോൾ PV ശ്രീനിധൻ ഉൾപ്പെടെയാണ് എതിർ സ്ഥാനാർത്ഥി. ഈ കുന്നത്തുനാടിൽ ഞങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വോട്ട് വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ളതാണത്. ഒരു സാധാരണ രീതിയിൽ ഞാൻ പറയുന്ന എഗെയിൻ ജനാധിപത്യ രീതിയിലുള്ളൊരു മത്സരമാണ് നടന്നിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഭൂരിപക്ഷം 20,000 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരും. പക്ഷേ ഇവിടെ ഈ 2020 ഒരിക്കലും നിയമസഭ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന 2 കൂട്ടരാണ് LDFും UDFും. അപ്പോൾ അതുകൊണ്ട് അവസാന നിമിഷത്തിൽ LDFിൻ്റെ വോട്ട് വിറ്റതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വോട്ട് കച്ചവടം നടക്കുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 50% മേലെ പോകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം പോയത്. അപ്പോൾ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇനി അതല്ല അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന മുന്നണി, അതായത് LDF 30,000 35,000 വോട്ടിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്നുള്ളതാണത്. അപ്പോൾ അങ്ങനെ നടന്നാൽ തന്നെയും ഞങ്ങൾ വിജയിക്കും. പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞിട്ട് 3,000 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഞങ്ങൾ വിജയിക്കുക. FCRA ഒരു പ്രധാന പ്രതിസന്ധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വന്നിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചടിക്കുമോ, അല്ലെങ്കിൽ അതിലൊരു ആശയക്കുഴപ്പം തിരിച്ചടിക്കുമോ? ഏത് നിയമങ്ങളും നമ്മൾ ആ നിയമങ്ങൾ അനുസരിച്ച് പോകുന്നവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈ ഭയപ്പെടുന്നവരെന്താണ്? അവർ നിയമം ലംഘിക്കുന്നു എന്നുള്ളതാണത്. നമ്മളൊരു നിയമം ഭേദഗതി ചെയ്യുന്നത് എന്തുകൊണ്ടാണത്? ആ നിയമം ആരെങ്കിലും ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് അത് അമെൻമെൻറ്റ്സ് വരുന്നത്. ഈ FCRA എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് വിദേശത്തു നിന്ന് പണ്ട് കൊണ്ടുവരികയാണത്. ആ പർപ്പസിന് ഉപയോഗിക്കാതെ അത് വകമാറ്റി അവരുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പലതും കാണുന്നത്. അങ്ങനെയുള്ളവരാ ഇതിനകത്ത് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. 2020 തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം തന്നെ കുന്നത്തുനാട്ടിൽ വോട്ട് കച്ചവടം നടന്നു എന്നൊരു സംശയം കൂടി, ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അതീഷിനൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.